ഹായ് ഗൈസ്. അപ്പം നമ്മുടെ കീം 2023 പേപ്പർ 1 ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് ശരിക്കും ഈ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും അനാലിസിസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ സാർ? യെസ്. അപ്പോൾ ഓൾറെഡി എക്സാം ഒക്കെ എഴുതി ഫുൾ പവർ ആയിട്ട് നിൽക്കുകയാണ്. കുറെ പേര് പറഞ്ഞതില് വേരിയേഷൻസ് ഉണ്ട്. ടഫാന്ന് പറയുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ മോഡറേറ്റ് ആന്ന് പറഞ്ഞവരുണ്ട്. നമ്മളെന്തായാലും ഒരു ഡീറ്റെയിൽ അനാലിസിസ് തന്നെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു പേപ്പർ 1 പേപ്പർ 2 അതിൽ കമ്പാരിറ്റീവ്ലി പേപ്പർ 1 ആയിരുന്നു കൂടുതൽ പേര് പറഞ്ഞത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ 1 ആണ്. അതിൽ കെമിസ്ട്രി ആയിരുന്നു കൂടുതൽ ഈസി എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഫിസിക്സിന്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ 1 വരുന്ന സമയത്ത് അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളത് ഫിസിക്സ് തന്നെയാണ്. ഇപ്പൊ ഫിസിക്സും മാത്സും ആണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്, പിന്നീട് കെമിസ്ട്രി ബാക്കി അവിടെ 40 to 120. അപ്പം ഫിസിക്സില് ശരിക്കും പറഞ്ഞാല് പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടി ലെവൽ ആക്ച്വലി മോഡറേറ്റ് ആണെന്ന് പറയാം. അതും ഇതേപോലെ റിലേറ്റീവ് ആണ്, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈസി ആയവരുണ്ട്, മോഡറേറ്റ് ആയവരുണ്ട്, ടഫ് ആയവരുണ്ട്. അപ്പം നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പേപ്പർ വാസ് സോൾവബിൾ, പക്ഷെ കുറച്ച് ലെങ്തി ആയിരുന്നു. യെസ്, എനിക്ക് തോന്നുന്നത് മോഡറേറ്റ്, ബട്ട് കുറെ ആളുകൾക്ക് സീംസ് ടു ബി ഡിഫിക്കൽട്ട്. അതാണ് കുറെ പേര് ഒരു കമന്റിൽ വന്നിട്ടുള്ളത്. ആക്ച്വൽ പേപ്പർ എന്താണ് മോഡറേറ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻസിന്റെ ഡെപ്ത് എനിക്ക് തോന്നുന്നത് മോഡറേറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വേരിയേഷൻ വന്നു വെച്ചാൽ പ്രീവിയസ് പാറ്റേൺസ് ആണ്. അപ്പൊ ഈ പാറ്റേൺസിൽ നിന്നുള്ള ഇത് വന്നപ്പം ചേഞ്ച് വന്നപ്പോ, യെസ്, കാരണം കീം മെജോറിറ്റി സ്റ്റുഡൻസും ഒരു ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാം ഒക്കെയാണ്. അപ്പൊ മിക്ക ആളുകളും അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളെ പ്രതീക്ഷിച്ചതൊക്കെ പാറ്റേൺ തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്നൊരു ജമ്പാണ് ഇപ്പൊ പ്രാവശ്യം നടന്നത്. കാരണം എന്ന് വെച്ചാല് കുറെ തിയറി പ്രതീക്ഷിച്ചവർക്കാണെങ്കിൽ തിയറിയുടെ എമൗണ്ട് കുറഞ്ഞു, പക്ഷെ ചോദിച്ച തിയറികൾ കുറച്ച് കൺസെപ്ഷ്യൽ ആയിരുന്നു. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരുന്നു. ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് 72 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇൻബിറ്റ്വീൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ അവിടെ അത് ഐഡന്റിഫൈ ചെയ്തെടുത്ത ആളുകൾ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം കാണുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുമെങ്കിലും, പക്ഷെ നമ്മള് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ലെവലിൽ തന്നെയാണ്. നമ്മളിത് ക്വസ്റ്റ്യൻ നമ്പർ എണ്ണി നോക്കി അതിനെ ക്ലാസിഫൈ ചെയ്തതാണ്. ആക്ച്വൽ നമ്പർ ആണ്, ലെവല് നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പൊ അവിടെയാണെങ്കിലും ഇപ്പം ഈസി ആണെങ്കിൽ കുറെ ഡയറക്റ്റ് ആയിരുന്നു. നമുക്കറിയാം, നമ്മള് കണ്ട ക്വസ്റ്റ്യൻസിൽ പലതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറെ ഈസി ലെവലിൽ ഉണ്ടായിരുന്നു. അതെ, ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യനും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പം അതാണ് ഈ ഡിഫിക്കൽട്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് മിക്സഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ മിക്സഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആക്ച്വലി ഡിഫിക്കൽട്ട് കാറ്റഗറിയിലാണ് പെടുത്തുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ EMI ഓസിലേഷൻ, അതിന്റെ ഒരു മിക്സഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ പെടുത്താം അല്ലെ. അപ്പം മെജോറിറ്റി ഈസി ഓർ മോഡറേറ്റിലെ രൂപത്തിൽ തന്നെയാണ്. ഇനി നിങ്ങളെ അപ്പം നിങ്ങൾ പഠിച്ചതില് +1ഉം +2ഉം തമ്മിലുള്ള കാറ്റഗറിയാണ് ഇവിടെ കാണുന്നത്. കൂടുതലും വ്യത്യാസം 37-35, 37 ക്വസ്റ്റ്യൻ +1ഉം 35 ക്വസ്റ്റ്യൻ +2. അപ്പം അതാണ് ഡിഫറൻസ് ഇൻ പെർസെന്റേജ്. അപ്പം +1ലാണ്. ഇനി കീം അടുത്ത പ്രാവശ്യമൊക്കെ എഴുതാൻ പോകുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കുക അല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ +1 കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഉറപ്പായിട്ടും. കാരണം അതിൽ നിന്ന് ഒരുപാട് കൺസെപ്ഷൻ ചോദ്യങ്ങൾ അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ഒരു പരിശീലനം, ഒരു ഇത് കിട്ടണം. ആക്ച്വലി ഇതൊന്ന് ഈ ഒരു പേപ്പർ ആക്ച്വലി ക്രാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലേ സാർ? അപ്പം നമുക്കിനി നമ്മുടെ സെക്ഷൻ വൈസ് ഉള്ളത് ഇപ്പൊ കറക്റ്റ് പ്രോപ്പർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ പേപ്പർ അനാലിസിസ് ആണ് സെക്ഷൻ വൈസ് ഉള്ളത്. അതായത് ഇപ്പം നമ്മുടെ ഫിസിക്സിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്, ചാപ്റ്റർ വൈസ് ആക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആദ്യം പഠിക്കുന്ന ഒരു ഫിസിക്സിന് ഒരു പാർട്ടാണ് ശരിക്കും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് അനാലിസിസ് ഒക്കെ. അതിന് 2 ചോദ്യങ്ങളാണ്. എറർ എന്നാണ് മെയിൻലി നല്ലൊരു ചോദ്യം ചോദിച്ചത്. എറർ തന്നെയായിരുന്നു. ഡയമെൻഷൻസ് ആക്ച്വലി ഉണ്ടായിരുന്നു, പക്ഷെ എററിന്റെ ഒരു നല്ല ചോദ്യം ഉണ്ടായിരുന്നു. ഇനി മെക്കാനിക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ന്യൂട്ടൺസ് ലോയും പിന്നെ അതേപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷനും റൊട്ടേഷനും എല്ലാം എല്ലാ ഭാഗങ്ങളും അവിടെയും കയറി വന്നത് കൂടുതൽ റൊട്ടേഷൻ മോഷനും ലോസ് ഓഫ് മോഷനുമാണ്. ഇപ്പൊ ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷൻ മോഷൻ ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും ഈ 21 എന്ന് പറഞ്ഞ സംഖ്യയിലേക്ക് കുറെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ശരിക്കും. മെക്കാനിക്സിലെ മെജോറിറ്റിന്ന് റൊട്ടേഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്ത 2 ഭാഗങ്ങള് നമ്മളിത് വരുന്നത് തെർമോഡൈനാമിക്സും പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പൊ അതിന്ന് 4 ക്വസ്റ്റ്യനും 6 ക്വസ്റ്റ്യനും ഹീറ്റ് ആൻഡ് തെർമോയിന്നും കൈനറ്റിക് തിയറിന്നും കൂടെയാണ് 6 ചോദ്യങ്ങള്. അവിടെയും തെർമോയില് 4 ചോദ്യങ്ങൾ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്താലടക്കി മെക്കാനിക്സിന്റെ അത്ര എത്തുന്നില്ല. 16 ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഈ 4 സെക്ഷനിൽ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊരു ഈ ഭാഗം, അതായത് നമ്മൾ ഈ +1 ആദ്യ ഭാഗങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. സ്ട്രേറ്റ് ലൈൻ, പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷൻ മോഷൻ, വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, അത്രയും നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും
മെജോറിറ്റി ചങ്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കീം നിങ്ങൾക്ക് അറിയാം ആക്ച്വലി നിങ്ങളുടെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് മാർക്കും ഈക്വൽ വെയിറ്റേജിലാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു അതായത് 600ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 300 അപ്പം 50-50 അതാവുമ്പോൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറെയൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ആ ഒരു പാറ്റേൺ പിടിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി സെക്കൻഡ് ഇയർ അതാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഈ മെക്കാനിക്സും ഇലക്ട്രോഡൈനാമിക്സും മാത്രം പഠിച്ചു പോയ ആൾക്ക് എത്രയായി, ഒരു 42 ക്വസ്റ്റ്യന്റെ അടുത്ത് സോൾവ് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ ഇതിലും ഉണ്ട് കുറച്ച് നിങ്ങൾക്ക് കൺസെപ്ഷ്യൽ എററുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഇതാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏകദേശം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1-2 കറണ്ട് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ കുറെയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അത് 4 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മൂവിംഗ് ചാർജസ്, EMI, AC. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഈ 2 ടോപ്പിക്കുകൾ ഇപ്പൊ ഇലക്ട്രോഡൈനാമിക്സും മെക്കാനിക്സും എടുക്കുന്ന സമയത്ത് ഇതിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇതിന് ജമ്പ് ചെയ്യുന്ന തെർമോഡൈനാമിക്സ് അത് എൻറ്റയർലി ഡിഫറെന്റാ. തെർമോഡൈനാമിക്സിന്റെ ബേസിക്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാക്കണം. പിന്നെ എങ്കിൽ പോലും നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് കണക്റ്റഡ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു അതെ, ഇപ്പൊ ഒരു വലിയൊരു സ്ട്രാറ്റജി ആക്ച്വലി നിങ്ങളൊരു +1 ആണെങ്കിൽ +1 ഫസ്റ്റ് പാർട്ടിന് ഫോക്കസ് ചെയ്യുക. +2 ആണെങ്കിൽ ഇൻ കേസ് നിങ്ങൾ മൊത്തം അല്ല റാങ്കിന് ഒരു അത്യാവശ്യം നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാണെങ്കിൽ നിങ്ങൾക്ക് +2 ഫസ്റ്റ് പാർട്ടും കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓൾമോസ്റ്റ് എല്ലാവരും എഞ്ചിനീയറിംഗ് ആണെങ്കിലൊക്കെ ഈ ഒരു ട്രെൻഡ് ഫിസിക്സിൽ എഞ്ചിനീയറിംഗ് ഉറപ്പായിട്ടും ട്രെൻഡ് കീപ്പ് ചെയ്യും. പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ ന്യൂമറിക്കൽസ് ഇങ്ങനെയൊക്കെ മീൻസ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് തോന്നിയത് ഈസി ക്വസ്റ്റ്യൻസ് ഇടയിൽ ഇങ്ങനെ ഉണ്ട്. ഏത് വർഷം കൂടാണെങ്കിലും ഈസി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിലും പക്ഷെ അത് കഴിഞ്ഞൊരു 4 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കട്ട ന്യൂമറിക്കൽസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എന്താണ് ആ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവുന്ന സമയം പോകുന്ന ആ ഒരു ഇതും, പിന്നെ ഇതല്ലല്ലോ ഞങ്ങൾ അത് വലിയൊരു ഫാക്ടറാണ്. കാരണം പ്രതീക്ഷിച്ചു വന്നതും ഇപ്പുറത്ത് കിട്ടിയതും തമ്മിൽ ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാനസികമായ, പ്രത്യേകിച്ച് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ടെൻഷൻ, വി ക്യാൻ ഫീൽ ദാറ്റ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അതൊരു കുറച്ചുകൂടെ ടഫ് എന്ന് പറയാനുള്ള റീസൺ. പിന്നെ ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ബേസിക്കലി എപ്പോഴും വരാറുള്ള പോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മൾ കുറച്ചുകൂടി അവിടെയും 2 സ്പ്ലിറ്റ് ആയി മാറി. ഇലക്ട്രോണിക്സ് എന്നാണെങ്കിൽ പോലും 2 കമ്മ്യൂണിക്കേഷൻ 2 ചോദ്യങ്ങൾ എന്ന രീതിയിൽ സ്പ്ലിറ്റ് ആയി. ഇലക്ട്രോണിക്സിന് കൂടുതൽ ചോദിക്കുന്നതായിരുന്നു, പക്ഷെ അതിൽ നിന്നൊരു മാറ്റം ഇപ്പുറത്തേക്ക് വന്നു, ഇവിടെ നിന്ന് കൂടുതൽ വന്നു. അപ്പൊ കൂടുതൽ അവർ കുറച്ചും കൂടെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തുകൊണ്ടാവാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മിക്സഡ് കൺസെപ്റ്റും അങ്ങനെ കുറച്ചൊരു വെറൈറ്റി, മീൻസ് നിങ്ങൾ സാധാരണ ചെയ്ത് പഠിക്കുന്ന ഒരു വെറൈറ്റി ചോദ്യം അത് ആക്ച്വലി വന്നതാണ് ശരിക്കും ഫിസിക്സ്. ഫിസിക്സ് ഈസ് ആക്ച്വലി മോഡറേറ്റ്, പക്ഷേ ആക്ച്വലി മോഡറേറ്റ് ബട്ട് സീംസ് ടു ബി ഡിഫിക്കൽട്ട് ചെയ്യുന്നതിന്റെ ലെങ്തും. അപ്പം ന്യൂമറിക്കൽസിന്റെ ഇത് അപ്പൊ അത്രയുമാണ് ശരിക്കും ഫിസിക്സിന്റെ പേപ്പറിലുള്ളത്. എന്തായാലും യെസ്, ഇതാണ് ഇനി പേപ്പർ 1 മറ്റൊരു പാർട്ടാണ് കെമിസ്ട്രി. അപ്പൊ നമുക്ക് ഇനി കെമിസ്ട്രിയുടെ അനാലിസിസും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. വിളിക്കാം. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 7th നടന്ന നീറ്റ് എക്സാമും ഇന്ന് നടന്ന കീം എക്സാമും സൈലത്തിലെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതി അറ്റംപ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നീറ്റിന് ചെയ്ത മാതിരി തന്നെ കീം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് നടത്താൻ പോവുകയാണ്. അതിനായിട്ട് എൻ്റെ കൂടെ ചേരുന്നത് പ്രദോഷ് സാറാണ്, പിന്നെ പ്രസീത മാഡം ആൻഡ് അനൂപ് സാർ. ഇവരാണ് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോരോ ആസ്പെക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതൊന്ന് വിലയിരുത്താം. ഓക്കെ. ഹായ് മക്കളെ, നിങ്ങൾ എക്സാമൊക്കെ എഴുതി വളരെയധികം എന്താ പറയുക സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ അറിയോ, കെമിസ്ട്രി നന്നായിട്ട് വളരെ ഈസി ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഫിസിക്സ് മാത്സിനെ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ എനിവേ നമ്മൾ അനാലിസിസ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് പേപ്പറുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അതുകൂടാതെ നമ്മുടെ ഇതിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എത്രയാണ്, ഇതൊക്കെയാണ് എന്നിൽ സാറ് പറയാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ 29% ആണ് സാറേ. ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് നമ്മൾ കണ്ടപ്പോൾ അതിൽ അത്ര വലിയ ടഫ് പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല അല്ലേ? അപ്പൊ പിന്നെ ആ കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. NCERT ഔട്ട് ഓഫ് ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ്. അതാണ് വേറൊരു ഗുണം. എല്ലാ ക്വസ്റ്റ്യനും സിലബസിന്റെ അകത്ത് നിന്ന് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല
കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. ഡൂബിയസ്, അതായത് ഉത്തരം അതാണോ ഇത് നീറ്റിനുള്ള അത്ര പോലും സംശയം ജനിപ്പിക്കുന്ന ഒരു ചോദ്യവും കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടില്ല കീമിന്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് മറ്റുള്ള കഴിഞ്ഞ വർഷത്തെ എക്സാമിന് കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇൻഓർഗാനിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് 38%. അതും ഒരു ചാപ്റ്ററിൽ, അതായത് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും അത്ര വലിയ ടഫ് അല്ല. ചില ക്വസ്റ്റ്യൻസ് മാത്രം, അതായത് ടൈം കൺസ്യൂമിംഗ് ഉണ്ടെന്നെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഓർഗാനിക്കും വളരെയധികം സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളായിരുന്നു. അതായത് താങ്കൾ ഉദ്ദേശിച്ച ബേസിക് ഐഡിയാസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അത് നമ്മുടെ കുട്ടികളെ GOC 1 GOC 2 പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അനാലിസിസ് വളരെ ക്ലിയർ ആണ്. എനിവേ, നമുക്ക് അടുത്ത ഈ എത്ര ക്വസ്റ്റ്യൻസുകൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണണം. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസിലെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് 14 ക്വസ്റ്റ്യനാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ആ കാറ്റഗറിയാണ് നമ്മൾ കണ്ടത്, അതിന്റെ പൈ ഡയഗ്രാമാണ് കണ്ടത്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 16 ക്വസ്റ്റ്യനും ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 18 ക്വസ്റ്റ്യനാണ് വന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന കാറ്റഗറിയിലാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും എല്ലാ ക്വസ്റ്റ്യൻസുകളും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, എല്ലാ കൊല്ലവും ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വേരിയേഷൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. എന്നാലും ഏതെങ്കിലും ഒരു സെക്ഷൻ തീരെ കുറഞ്ഞു പോവുക, ഒരു സെക്ഷൻ ഒരുപാട് കൂടി പോവുക, അങ്ങനെയുള്ളത് ഇനിയുള്ള കൊല്ലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ല. അത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം. ഇനി അടുത്തത് പ്രസിദ്ധയാണ്. ഹായ്. അടുത്തത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സാർ ആദ്യം തന്നെ പറഞ്ഞ പോലെ ശരിക്കും ഈസി തന്നെ ആയിരുന്നു, പക്ഷെ നമ്മളതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചു. ചില ക്വസ്റ്റ്യനുകൾ ഇതുപോലെ ഡിഫിക്കൽട്ട് ആവാം കുട്ടികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നുള്ള രീതിയിൽ, അല്ലേ സാർ? അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി ഡിഫിക്കൽട്ട് ലെവൽ കൊടുക്കാൻ ഏതെങ്കിലും 2-3 ക്വസ്റ്റ്യനെങ്കിലും അതിന് അങ്ങനെ കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് 2-3 എണ്ണത്തിനെ മീഡിയത്തിൽ ഡിഫിക്കൽട്ടിലേക്ക് ഞങ്ങൾ തള്ളി മാറ്റി. 20% ആണ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ അതുപോലെ ഈസി മോഡറേറ്റ് അത് ഈക്വൽ ആണ്. അതിലും ഈ മോഡറേറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അത് ശരിക്കും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ +1 +2 ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ 50-50 തന്നെയാണ്. അത് എല്ലാ വർഷവും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് വരാറുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രസിദ്ധ അതില് ചെറിയ വേരിയേഷൻസ് വരാം. കാരണം ചില ക്വസ്റ്റ്യൻസ് ഈ ഓർഗാനിക്കിലൊക്കെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഹൈഡ്രോ കാർബൺ ആണോ, ഹാലോജൻ കണ്ടെയ്നർ, അങ്ങനെ അതുകൊണ്ട് ചെറിയ വേരിയേഷൻ വരാം. എന്നാൽ കൂടി ഒരു ഓവറോൾ ഡിവിഷൻ എന്ന് പറയുന്നത് 50-50 വീതമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കാര്യമായിട്ടുണ്ടല്ലോ സാർ, കുറെ ചാപ്റ്റേഴ്സ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറെ ചാപ്റ്റേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാതെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ കാര്യം. 6 ചോദ്യം വരെ, 48 ചോദ്യത്തിൽ 6 ചോദ്യം വരെ ഒരേ. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനൂപ് സാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു പ്രസീത. ഇനി അനൂപ് സാറാണ്. Hi students. Okay, all right. So let's see. So these are the type of questions. അല്ലെ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്? നമുക്ക് കാണാം ന്യൂമറിക്കൽ ടൈപ്പ് 6 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ 6 ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയ, അവർക്ക് ബേസിക് ആയിട്ടുള്ള ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പല ചോദ്യങ്ങളും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ JEE എക്സാം എന്നൊക്കെ പറയുമ്പോൾ മാത്തമാറ്റിക്സിന്റെ ഇൻവോൾവ്മെന്റ് അഥവാ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഇൻവോൾവ്മെന്റ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ കണ്ടില്ല. വളരെ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കാണും. ഒരു ഓപ്ഷൻ നിങ്ങൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി നോക്കുക വേണ്ട. നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉറപ്പായിട്ടും അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വരെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ AgNH3 ട്വൈസ് പ്ലസ് എന്ന് പറഞ്ഞ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റം സിൽവർ ആണ്, 2 NH3 ഉണ്ട്. അത് ഉറപ്പായിട്ടും ലീനിയർ ആയല്ലേ പറ്റും. അപ്പൊ അതുപോലെ ഒരു മാച്ച് വരുമ്പോ തന്നെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെ? അതേപോലെ ഗ്രാഫിക്കല് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പഴയ ഒരു JEE പാറ്റേണിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ JEE പാറ്റേണിൽ കാണാറുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് 0
ആയിട്ടാണ് കാണുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 0 ആണ്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് സാർ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല മക്കളെ. സൈലത്തിൽ നിന്ന് നിങ്ങളോട് പലതവണ നമ്മൾ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് പോകേണ്ട കാര്യമില്ല. സ്റ്റിക്ക് ടു യുവർ ബേസിക്സ്, സ്റ്റിക്ക് ടു യുവർ ഫണ്ടമെന്റൽസ്, സ്റ്റിക്ക് ടു NCERT. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് പുറത്തുനിന്ന് യാതൊരു ചോദ്യവും വന്നിട്ടില്ല എന്ന് തന്നെ കാണാൻ പറ്റും. നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൂടെ പോയി നോക്കാം. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി 2 ചോദ്യങ്ങളാണ്. യു ഷുഡ് ഓൾവേസ് സ്റ്റിക്ക് വിത്ത് ബേസിക്സ് അല്ലെ. 2 ചോദ്യങ്ങളാണ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നത്. ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കി കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പം ഇനോർഗാനിക് കെമിസ്ട്രി ബൈ ഹാർട്ട് പഠിക്കണമെന്നാണോ ചോദിച്ചാൽ അല്ല. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സും കെമിക്കൽ ബോണ്ടിങ്ങും. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് 5 ചോദ്യങ്ങളാണ് വന്നത്. എഗെയിൻ നിങ്ങളോട് സൈലം എപ്പോഴും പറയാറുള്ളത് സ്റ്റിക്ക് ടു ഫണ്ടമെന്റൽസ്, സ്റ്റിക്ക് ടു ബേസിക്സ് എന്നാണ്. ക്ലാസ്സിലും നമ്മൾ അത് തന്നെയാണ് പറയാറുള്ളത്. നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ലൈവ് കാണുന്ന കുട്ടികൾ ഞാൻ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്തവണ നീറ്റ് അടുത്ത കീം എഴുതാൻ പോകുന്ന കുട്ടികളോട് കൂടിയാണ്. അതായത് ഓൾറെഡി എഴുതി കഴിഞ്ഞ കുട്ടികൾ ഈ പറഞ്ഞ ലൈവ് കാണുന്നുണ്ട്. ഇനി കീം എഴുതാൻ പോകുന്ന കുട്ടികൾ, അടുത്ത വർഷം കീം എഴുതാൻ പോകുന്ന കുട്ടികൾ ഒരു പക്ഷേ ഈ ലൈവ് കാണുന്നുണ്ടാവും. അപ്പൊ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, യു ഷുഡ് സ്റ്റിക്ക് ടു ഫണ്ടമെന്റൽസ്, ക്ലാസിഫിക്കേഷൻ. ബൈ ദ വേ, ഈ ഹൈബ്രിഡൈസേഷൻ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അത് കെമിക്കൽ ബോണ്ടിംഗ് നിന്നാവാം അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് നിന്നാവും. അത് തറോ ആയവർക്ക് തന്നെ ഒരു 3-4 ആൻസർ നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കുക മക്കളെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നിങ്ങൾ ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലൈക്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രി. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ലളിതമായ ചോദ്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ GOC അല്ലെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബണും. ഈ ഫസ്റ്റ് ഇയറിലെ 2 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് 8 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. 8 ക്വസ്റ്റ്യൻസ്. നോക്കൂ, ഏറ്റവും ബേസിക്സ് ഞാൻ പറയുന്നു, കെമിക്കൽ ബോണ്ടിങ് ആയിക്കോട്ടെ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ, ഇതെല്ലാം ഫണ്ടമെന്റൽ ചാപ്റ്റേഴ്സ് ആണ്. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലാതെ ഒരുപാട് ഡെപ്തിൽ പോവുകയല്ല. നിങ്ങളുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കിയാണ് വേണ്ടത് എന്നാണ് ഈ കീമിന് ക്വസ്റ്റ്യൻ ഇടുന്നവർ പറയാൻ ശ്രമിക്കുന്നത് തോന്നുന്നു. അതെ. പിന്നെ സെക്കൻഡ് ഇയർ പിന്നെ ഓൾമോസ്റ്റ് ഈക്വൽ ഡിവിഷൻ ആണ് അല്ലെ. നിങ്ങൾ +1 നോക്കുകയാണെങ്കിലും +2 നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് 24 എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മുമ്പ് സാറും മാമും ഒക്കെ സൂചിപ്പിച്ച പോലെ ചില ചാപ്റ്റേഴ്സുകൾ മിസ്സായിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സോളിഡ് സ്റ്റേറ്റ് നിന്നും സൊല്യൂഷൻ അധികം ക്വസ്റ്റ്യൻ വന്നില്ല. ഒരു പക്ഷേ സോളിഡ് സ്റ്റേറ്റ് ഇനി NCERT ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പോസിബിളി. അതേസമയം ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനും കെമിക്കൽ കൈൻഡ്സ് 2 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ കെമിസ്ട്രി, അത് ഉറപ്പായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ദ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് ഇനോർഗാനിക് കെമിസ്ട്രി നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സത്യത്തിൽ നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ സൈലത്തിൽ വരുന്ന സമയത്ത് ക്ലാസ് റൂമിൽ നിന്ന് പലപ്പോഴും ഫാക്കൽറ്റീസ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡ്സ് ഇൻ പ്രോപ്പർട്ടീസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഈ 3 ചാപ്റ്ററുകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കോർഡിനേഷൻ കെമിസ്ട്രിയിലൊക്കെ വളരെ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഇത്തവണ വളരെ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളോടാണെങ്കിലും ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് ഞാൻ കുറച്ചുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ബേസിക്സിൽ സ്റ്റിക്ക് ചെയ്യുക, ഫണ്ടമെന്റൽസ് സ്റ്റിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ റിവിഷൻ ക്ലാസ്സിനും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിലൊക്കെ വന്ന ഒരുപാട് ചോദ്യങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ പ്രസീത മിസ് തന്നെ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റ് അതുപോലെ തന്നെ വന്നിരുന്നു. അപ്പം എന്താ പറയുക, ലൈവ് ക്ലാസ്സുകളെല്ലാം ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ യാതൊരു ഫീയും ഇല്ല. സൈലം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ തരുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ പരമാവധി അത്രയും ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിലൂടെയൊക്കെ അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പോകുമ്പം നിങ്ങൾ ഈ പറയുന്ന ബേസിക്സ് ഒക്കെ പരമാവധി കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. സാറ് പിന്നെ ജനറൽ ആയിട്ട് കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ഈ സ്റ്റിക്ക് ഓൺ ടു ദ ബേസിക്സ് അത് അടിയുറച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ആ ഐഡിയാസിന്റെ ചില എക്സ്റ്റൻഷൻസ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ഔട്ട് ഓഫ് സിലബസ് ഒരിക്കലും പോകുന്നില്ല. അത് പ്രത്യേകം ഓർക്കുക. അത് നീറ്റിലായാലും ശരി കീമിലായാലും ശരി. അപ്പോൾ ഫണ്ടമെന്റൽസ് ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പുഷ് കിട്ടിയാൽ മതി. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പുഷ് കിട്ടിയാൽ മതി. യു ഗെറ്റ് മോർ ദാൻ പുഷ് ഫ്രം സൈലം. ദാറ്റ്സ് എ വേർഡ്, ദാറ്റ്സ് എ പ്രോമിസ്. ഓക്കെ.